ഇനി നോക്കാം പ്രവാസ ലോകത്തെ വാർത്തകൾ. വിസ കാലാവധി തീർന്ന് സൗദിയിൽ കുടുങ്ങിയവർക്ക് പിഴയില്ലാതെ രാജ്യം വിടാം. പുതിയ ഇളവുകൾ പ്രഖ്യാപിച്ച് സൗദി അറേബ്യ ഏപ്രിൽ 18 വരെ വിസ കാലാവധി നീട്ടാനും അവസരമുണ്ടെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. സംഘർഷം കാരണം മടക്കയാത്ര തടസ്സപ്പെട്ടവർക്ക് ആശ്വസിക്കാം. വിസ കാലാവധി തീർന്ന് സൗദിയിൽ കുടുങ്ങിപ്പോയവർക്ക് പിഴയില്ലാതെ രാജ്യം വിടാമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഏപ്രിൽ 18 വരെ വിസകൾ നീട്ടാനും അവസരമുണ്ട്. എല്ലാത്തരം വിസകൾക്കും പുതിയ ഇളവ് ബാധകമാണ്. ഉംറ, ട്രാൻസിറ്റ്, വിസിറ്റ്, ഫൈനൽ എക്സിറ്റ് വിസകൾക്ക് പുതിയ ഇളവ് ബാധകമായിരിക്കും. ഫെബ്രുവരി 25-ന് കാലാവധി തീർന്ന വിസകൾക്കാണ് ഇളവ് അനുവദിച്ചിരിക്കുന്നത്. ആവശ്യമെങ്കിൽ ഏപ്രിൽ 18 വരെ വിസ പുതുക്കാം. ഇതിനായി ആവശ്യമായ ഫീസ് അടയ്ക്കണം. വിസ കാലാവധി തീർന്നവർക്ക് പുതുക്കാതെ തന്നെ രാജ്യം വിടാം. പുതുക്കുകയോ ഫീസ് അടക്കുകയോ വേണ്ടെന്നും ഓവർസ്റ്റേ പിഴ ഈടാക്കില്ലെന്നും അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. കേരളത്തിലേക്ക് നേരിട്ട് സർവീസ് ആരംഭിച്ച ഗൾഫ് എയർ പശ്ചിമേഷ്യൻ സംഘർഷം കാരണം യാത്ര മുടങ്ങിയ പ്രവാസി മലയാളികൾക്ക് ഇത് വലിയ ആശ്വാസമാകും. നിലവിൽ 3 ദിവസങ്ങളിലേക്കാണ് ബുക്കിംഗ് ആരംഭിച്ചത്. മാർച്ച് 29-ന് തിരുവനന്തപുരത്തേക്കും 30-ന് തിരികെ ബഹ്റിനിലേക്കുമാണ് ഒരു സർവീസ്. മാർച്ച് 27, 29, ഏപ്രിൽ 1 തീയതികളിൽ കൊച്ചിയിൽ നിന്ന് ബഹ്റിനിലേക്കും ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ 28 മാർച്ചിന് ഡൽഹിയിൽ നിന്നും ബഹ്റിനിലേക്ക് സർവീസുണ്ട്. സർവീസ് ആരംഭിച്ചെങ്കിലും ടിക്കറ്റ് നിരക്ക് ഉയർന്നു തന്നെ നിൽക്കുന്നതിനാൽ സാധാരണക്കാർക്ക് ഉപകാരപ്പെടില്ല എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. തിരുവനന്തപുരത്തേക്ക് ബുക്കിംഗ് ആരംഭിച്ച സമയം 350 ദിനാറും പിന്നീട് 400 ദിനാറുമായാണ് ചാർജ് വർദ്ധിച്ചത്. ദമാം വഴിയാണ് സർവീസ് തുടരുന്നത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധി ആരംഭിച്ച മുതൽ ബഹ്റിൻ ആകാശപാത അടഞ്ഞുകിടക്കുകയാണ്. എന്നാൽ ദമാം വഴി ഗൾഫ് എയർ സർവീസ് പുനരാരംഭിച്ചിരുന്നു. ഇന്ത്യയിൽ ബോംബെയിലേക്കും ചെന്നൈയിലേക്കും നേരിട്ട് ഗൾഫ് എയർ സർവീസ് ആരംഭിച്ചെങ്കിലും കേരളത്തെ അവഗണിച്ചിരുന്നു. കേരളത്തിലേക്ക് ചാർട്ടർ വിമാനങ്ങൾ മാത്രമാണ് ഈ കാലയളവിൽ സർവീസ് നടത്തിയത്. ഇത് പ്രവാസികൾക്കിടയിൽ വലിയ വിമർശനങ്ങൾക്ക് കാരണമായിരുന്നു. ഈ പ്രതിസന്ധിക്കാണ് ഇപ്പോൾ പരിഹാരമായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ബഹ്റിനിൽ വാർ റിസ്ക് എന്ന പേരിൽ പുതിയ ഇൻഷുറൻസ് പരിരക്ഷ ആരംഭിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇൻഷുറൻസ് കമ്പനികളുടെ ഈ നീക്കം. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ബഹ്റൈനിൽ വാർ റിസ്ക് എന്ന പേരിൽ പുതിയ ഇൻഷുറൻസ് പരിരക്ഷ ആരംഭിച്ച് കമ്പനികൾ. മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ മൂലമുണ്ടാകുന്ന ആളപായങ്ങൾക്കും പരിക്കുകൾക്കും പുറമെ നാശനഷ്ടങ്ങൾക്കും ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. ഇത്തരം പോളിസികൾ എടുക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതായി ഇൻഷുറൻസ് കമ്പനികൾ വ്യക്തമാക്കി. ഇറാന്റെ തുടർച്ചയായ ആക്രമണങ്ങൾക്ക് പിന്നാലെ ജനവാസ മേഖലയിൽ ഉൾപ്പെടെ നാശനഷ്ടമുണ്ടാവുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇൻഷുറൻസ് പോളിസിയിൽ ആദ്യമായി വാർ റിസ്ക് പരിരക്ഷ കൂടി കമ്പനികൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. വ്യവസായങ്ങൾ, വലിയ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ടുകൾ, കെട്ടിടങ്ങൾ എന്നിവയ്ക്ക് വാർ കവറേജ് എടുക്കുന്നത് ഉചിതമാണെന്ന് ഈ മേഖലയിലെ പ്രമുഖർ ചൂണ്ടിക്കാട്ടുന്നു. വ്യക്തിഗത സുരക്ഷയ്ക്കായി ലൈഫ് ഇൻഷുറൻസ്, പേഴ്സണൽ ആക്സിഡന്റ് പോളിസി എന്നിവയിൽ വാർ റിസ്ക് ഇൻഷുറൻസ് ഉൾപ്പെടുത്താനും നിർദ്ദേശത്തിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.